തൃശൂർ മെഡിക്കൽ കോളേജിൽ ജയിൽ പുള്ളിയുടെ സുഹൃത്തുക്കൾ പോലീസുകാരെ ആക്രമിച്ചു. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ നിതീഷിന് പരിക്കുപറ്റി. കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി രണ്ടുപേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. MS ലിഷോയാണ് വിവരങ്ങളുമായി. ലിഷോയി, ഈ തൃശൂർ മെഡിക്കൽ കോളേജിൽ ജയിൽ പുള്ളി കഴിയുന്നിടത്തേക്ക് സുഹൃത്തുക്കൾ എത്തിയപ്പോൾ എങ്ങനെയാണ് തർക്കം രൂപപ്പെട്ടത്? എത്ര പോലീസുകാർ അപ്പോൾ ഉണ്ടായിരുന്നു? എത്ര പേർക്ക് പരിക്കുപറ്റി? ഈ അക്രമികളുടെ പശ്ചാത്തലം എന്താണ്? അതായത് ഈ ജയിൽ പുള്ളികളെ താമസിപ്പിക്കുന്ന, അതായത് അവർക്ക് ചികിത്സയ്ക്ക് വേണ്ടി താമസിപ്പിക്കുന്ന വാർഡിൽ വെച്ചായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ആ സ്ഥലത്തേക്ക് ഗാർഹിക പീഡന കേസിലെ പ്രതിയെ കാണുന്നതിന് വേണ്ടി സുഹൃത്തുക്കളെത്തി. എത്തിയപ്പോൾ ഇവർ ലഹരി വസ്തുക്കൾ കൈമാറാൻ ശ്രമിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. അത് തടഞ്ഞ CPO നിതീഷിനാണ് പരിക്കേറ്റിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ മറ്റു പോലീസുകാരും ഉണ്ടായിരുന്നു. ഈ നിതീഷിന് ഇപ്പോൾ CT സ്കാനിന് വേണ്ടി മെഡിക്കൽ കോളേജിൽ തന്നെ മറ്റ് CT സ്കാനിന് വേണ്ടി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മറ്റ് പോലീസുകാർ, മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള മറ്റു പോലീസുകാർ സ്ഥലത്തെത്തിയതിനെ തുടർന്ന് പിന്നീട് ഈ മറ്റു പ്രതികൾ, അതായത് ഈ 3 പേരാണ് ആകെ ആക്രമിച്ചത്. ഈ 3 പ്രതികൾ 2 പേരെ പിടികൂടുകയും ചെയ്തു. ഒരാൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഈ ലഹരി വസ്തു നൽകുന്നത് തടഞ്ഞ നിതീഷിനെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പോലീസുകാർ പറയുന്നത്. ഇതിൽ അതായത് ഈ സംഭവത്തിൽ പ്രകോപിതരായി ഈ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെല്ലാം തന്നെ മർദ്ദിക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നത്. അതിലാണ് നിതീഷിന് പരിക്കേറ്റിരിക്കുന്നത്. ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ശരി, തൃശൂർ മെഡിക്കൽ കോളേജിലാണ് MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.